നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളോടുള്ള ആത്മാർത്ഥത നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവരുടെ സ്വഭാവത്തിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു തരുന്നത്. 1. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് പല കാര്യങ്ങളും പറയും. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ പറയും. അതൊക്കെ ആ പറഞ്ഞത് അതുപോലെ തന്നെ മറക്കാതെ ആത്മാർത്ഥമായി ചെയ്തു തരുന്നുണ്ടെങ്കിൽ, അത് സീരിയസ് ആയി കാണുന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞതൊക്കെ വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞതുപോലെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് കുറച്ചൊക്കെ ആത്മാർത്ഥത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആത്മാർത്ഥത ഇല്ലാത്തവർ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല. അവർ നിങ്ങളിൽ നിന്നും അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ ഏകദേശം കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 2. സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവർ അറിയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ തരികയാണെങ്കിൽ, അവർ അറിഞ്ഞിട്ടായിരിക്കില്ല, പെട്ടെന്ന് പറ്റിപ്പോയതായിരിക്കാം. അത് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ നിങ്ങളോട് ക്ഷമ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ട് എന്നർത്ഥം. ചിലപ്പോഴൊക്കെ തെറ്റുകൾ സംഭവിക്കും. ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് വേദനകൾ അവരിൽ നിന്നും ലഭിക്കും. അങ്ങനെ വേദനകൾ ലഭിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ ക്ഷമ പറയണം. ഇങ്ങനെ ക്ഷമ പറയാൻ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമില്ലാത്തവർക്ക് നിങ്ങളുടെ മനസ്സ് വേദനിച്ചാലൊന്നും വിഷയമല്ല. അവർക്ക് അവരുടെ കാര്യം, അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വെച്ചുകൊണ്ട് അവർ നടക്കും. നിങ്ങളെ അവർ വേദനിപ്പിച്ചാലും നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ശരിയാണെന്നുള്ള ഭാവത്തിൽ അവർ നടക്കും. ഇത് വ്യക്തമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം ഇല്ലാത്തവരുടെ ലക്ഷണമാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളവർ, ആത്മാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ അത് ക്ഷമ പറഞ്ഞ് നിങ്ങളുടെ ആ വേദന മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 3. ആത്മാർത്ഥ സ്നേഹം ഉള്ളവർ നിങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖം മാറിയാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തു പറ്റി എന്ന് അവർ ചോദിക്കും. അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ പിന്മാറൂ. ഇത് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ്. നിങ്ങളുടെ സുഖവിവരങ്ങൾക്ക് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥയാണ്. സുഖമാണോ, എന്താണ്, ഏതാണ്ടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ടായിരിക്കുക. അത് ചോദിച്ച് മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്നേഹബന്ധം. ഇത് സ്നേഹമുള്ളവരുടെ ഇടയിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാര്യമാണ്. സ്നേഹമില്ലാത്തവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം. നിങ്ങൾക്ക് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അവർക്ക് അറിയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും നടക്കുക. അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ പണം തട്ടണം, അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചിന്തയിലായിരിക്കും നടക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെയായിരിക്കും. പക്ഷേ ആത്മാർത്ഥ സ്നേഹം അല്പമെങ്കിലും ഉള്ളവർ നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും നിങ്ങളുടെ ആ വേദനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. ഇത് അറിഞ്ഞിരിക്കുക. 4. അവർ സംസാരിക്കുമ്പോൾ എല്ലാം വ്യക്തമായി നിങ്ങളോട് പറയും. അതുപോലെ തന്നെ സംസാരത്തിൽ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവർ വ്യക്തമായി നിങ്ങളോട് പറയും. ആ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെടുകയും ചെയ്യും. ഒരിക്കലും സംശയത്തിൻ്റെ അവസ്ഥയിലോ ഉറപ്പില്ലാതെയോ അവർ പറയത്തില്ല. അതുപോലെ തന്നെ ആ സംസാരത്തെ എപ്പോഴും സ്നേഹഭാവമായിരിക്കും. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയായിരിക്കും അവരിൽ നിന്നും നിങ്ങളിലേക്ക് സംഭവിക്കുന്നത്. ഇത് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ മാത്രം ഒരു ലക്ഷണമാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്തവർ വെറുതെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലുമൊക്കെ പറയും, ഇങ്ങനെ നടക്കും. പക്ഷേ ആത്മാർത്ഥ സ്നേഹമുള്ളവർ എല്ലാം വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അറിഞ്ഞിരിക്കുക. 5. ആത്മാർത്ഥ സ്നേഹം നിങ്ങളോട് ഉള്ളവർ ഭാവി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ആത്മാർത്ഥ സ്നേഹം ഇല്ലാത്തവർ ഭാവി കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയില്ല. അപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം നടക്കണം എന്നുള്ള രീതിയിൽ അവർ നടക്കും. പക്ഷേ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഭാവിയിൽ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായി കാണാവുന്നതാണ്. അത് നിങ്ങളോടൊത്തുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടൊത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നവരായിരിക്കാം, നിങ്ങളോടൊത്തുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ളവർ, ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ. ആത്മാർത്ഥത ഇല്ലാത്തവർ അപ്പോൾ ഉള്ള കാര്യങ്ങൾ നടത്തുക, അപ്പോൾ ഉള്ള കാര്യലാഭം നോക്കുക, ഇത് മാത്രമായിരിക്കും അവരുടെ ഉള്ളിലെ ചിന്ത. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തെ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക.
ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരെ മനസ്സാകാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ കൂടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ അനുഭവമായി തീരും. അല്ലാത്തവർ നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കും. കുറച്ച് നാൾ അങ്ങനെ മുന്നോട്ട് പോകും. അവസാനം നിങ്ങൾ ദുഃഖിച്ച് തകരും, നിങ്ങൾ വേദനിക്കും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലമായി ലഭിക്കുക. അതുകൊണ്ട് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ കൂടെയുള്ള ജീവിതമാണ് എപ്പോഴും സന്തോഷവും സമാധാനവും എൻജോയ്മെൻറ്റും എല്ലാം ലഭിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടാതെ വിജയിക്കാനും സാധ്യതയുള്ളത് അങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ജീവിതമാണ്, ആത്മാർത്ഥ ഉള്ളവരുടെ കൂടെയുള്ള ജീവിതം. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.